ഒരേ മഴയാണല്ലോ, എന്നാ ചെയ്യാ. അടുത്ത ആഴ്ച ആയിട്ടും തുടങ്ങിയാൽ മതിയെന്ന് തോന്നുന്നു. എന്നാ പിന്നെ ഒരാഴ്ച കഴിയട്ടപ്പാ, മഴയെല്ലാം നിൽക്കട്ട്. ഇങ്ങ് വാ, ഇന്നത്തെ തന്നെ ഇങ്ങ് വാ. നീ ഇന്നലെ ആ മനോജിന്റെ പറമ്പത്തെ കൊല കൊത്തി കൊണ്ടുപോയി പോലും. അത് മൊത്തം പകുതിട്ട് കിളി നിന്നുകൊണ്ട് ഞാൻ കൊത്തിയതാണ്. ഇന്നലെ ഓന് പണിക്കാരനെയും കൂട്ടി വന്ന് നോക്കുമ്പോൾ കൊലയില്ല. നാണം ഉളുപ്പും ഉണ്ടാടാ എനിക്കിങ്ങനെ ആരാൻ്റെ കട്ടിട്ട് ജീവിക്കാൻ. കാണുമ്പോൾ നല്ല മാന്യനാണല്ലോ. ആരാൻ്റെ അടക്കയോ മാങ്ങയോ എല്ലാം എടുത്തിട്ട് ഇങ്ങനെ കാട്ട് ജീവിക്കാൻ ഇതിലും നല്ല എനിക്ക് ചാകുന്നതാണ്. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ പണ്ട് അറിയാതെ ആ ചെറുപ്പത്തിൽ ഒരു തെറ്റ് ചെയ്തു പോയി, അറിയാതെ ഒരു കളവ് ചെയ്തു പോയി. ഇന്നും എനിക്ക് അതിൽ കുറ്റബോധമുണ്ട്. ഈ വിങ്ങലാണ്. എൻ്റെ മുതലാളി എപ്പോഴും മുതലാളിൻ്റെ കൂടെ ഒരു ബാഗ് ഉണ്ടാവും. മുതലാളി ഒരിക്കൽ ചായ കുടിക്കാൻ പോയപ്പോൾ ഞാൻ അറിയാതെ മെല്ലെ തുറന്നിട്ട് നോക്കുമ്പോൾ ഒരു 500-ൻ്റെ 100-ൻ്റെ നോട്ട് 600 രൂപ. ഞാൻ മെല്ലെ 500 റുപ്യ ഇങ്ങ് എടുത്ത്. പിറ്റേന്ന് അയാൾ മരിച്ചതായിട്ടാണ് ഞാൻ അറിയുന്നത്. എനിക്ക് ഇന്നും അതിൽ ഭയങ്കര ഞാൻ കാരണമാണ് ഓർ മരിക്കാൻ കാരണം. സംഭവം എന്നാ, അയാൾക്ക് നെഞ്ചുവേന വന്നിട്ട് കാണിക്കാൻ വെച്ച പൈസയാണ് അത്. അപ്പം ഡോക്ടറെ അടുത്ത് പോകാൻ നോക്കുമ്പോൾ 500 റുപ്യ കാണുന്നില്ല. അതുകൊണ്ട് എന്താക്കി അയാൾ നേരെ വീട്ടിൽ പോയി. അപ്പോൾ അവിടെ തന്നെ അറ്റാക്കായിട്ട് മരിച്ച്. ഇന്നും ആ വിങ്ങലുണ്ട്, എനിക്കറിയാവുക. അതിന് ശേഷം ഇന്ന് വരെ ഞാൻ കട്ടിട്ടില്ല. ആരും ഒരു മുതലും എടുക്കരുത് മോനെ, ചോദിച്ചു വാങ്ങാം, കാണാണ്ട് എടുക്കരുത്, തല പോയാലും എടുക്കരുത്. നീക്ക് ഞാനൊരു ഉപദേശം തരാം, ഉപദേശമായിട്ട് കൂട്ടിയാൽ മതി. ഇന്ന് മുതൽ ഇനി ആരും കക്കാണ്ട് നല്ല പണിയെടുത്ത് ജീവിക്കാൻ നോക്കുക. നിനക്ക് നല്ല സന്തോഷവും സമാധാനവും ഉണ്ടാവും, നല്ല അഭിമാനവും ഉണ്ടാവും. ഞാൻ തരുന്ന ഒരു ഉപദേശമായിട്ട് കൂട്ടി, നിനക്കതിന് പറ്റും. നോക്കിനി ഇന്ന് മുതൽ ട്രൈ ചെയ്. പറഞ്ഞ ശരിയാണ്. കട്ട സാധനം ചുട്ടുപോകും. വെറുതെ അല്ല എൻ്റെ പൈസയിൽ നിന്നും ബാക്കിയാകാതെ. അതൊന്നും ആഴ്ചക്ക് വയറ്റിലിളക്കം പിടിക്കുന്നു. ഇത് ആരാൻ്റെ സാധനം കട്ട് തിന്നുന്നതുകൊണ്ട് തന്നെയാണ്. ഇനി വേണ്ട, ഓറ് പറഞ്ഞ ശരിയാണ്. അധ്വാനിച്ച് ജീവിക്കുന്നത് നല്ലത്. നല്ല പൈസ എപ്പോൾ നമുക്ക് നല്ലതാണ്. ഇനി ഞാൻ ഇന്ന് മുതൽ ഉറപ്പിച്ച് ഇനി ഒരാളെ സാധനം ഞാൻ കാക്കൂല ഉറപ്പാ. ഇനി അന്തസ്സായിട്ട് പണിയെടുത്ത് ജീവിക്കണം. ഒരാളെ സാധനം എനിക്ക് വേണ്ട, ഉറപ്പിച്ചേ. ഇതാരാ ഇവിടെ കൊണ്ടാച്ചിന്? ഇനി ആര് കൊണ്ടാച്ചാലെന്നാ? ആരും ഒരു മുതലും എടുക്കരുത് മോനെ, ചോദിച്ചു വാങ്ങാം, കാണാണ്ട് എടുക്കരുത്, തല പോയാലും എടുക്കരുത്. അല്ലേ വേണ്ട, ഇന്നും കൂടി എടുക്കാം. നാളെ മുതൽ നന്നാകാം.